ഇതാണ് ഇതിലൊരു ഇപ്പോൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുത്തില്ല എന്ന് പറയുന്നതിൽ നിന്ന് തുടങ്ങാൻ തോന്നും. അതൊരു ഇപ്പോൾ ഈ ദുരന്തത്തിൽ രാഷ്ട്രീയം കളിക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ ഈ മരിച്ചവരിൽ നോക്കൂ, 24 പേർ മലയാളികളാണ്. പിന്നെ അതിൽ താഴെയുള്ള തമിഴ്നാട്ടിലാണ് 7 പേർ, യു പിയിൽ നിന്ന് 4 പേർ, ആന്ധ്രയിൽ നിന്ന് 3 പേർ, ബാക്കി എല്ലായിടത്തുനിന്നും 2ഉം 1ഉമൊക്കെ ആയിട്ടാണ് ആളുകളുള്ളത്. അപ്പോൾ 24 പേർ മരിച്ച ഒരു സംസ്ഥാനത്തിൽ നിന്ന് ഇവിടുന്ന് ഒരു പ്രതിനിധി പോകുക എന്നുള്ളതൊരു ജസ്റ്ററാണ്. അത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, വന്നിട്ട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. അവരെ സംബന്ധിച്ച് നമ്മുടെ ഒരു പ്രതിനിധി അവിടെ കാണുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക കേരള സഭയുമായി നമ്മൾ ബന്ധപ്പെട്ട ഒരുപാട് അതിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ടൊരു കാര്യം, പണം പൊടിക്കലാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഈ ലോക കേരള സഭ നടക്കുന്നു. ഈ ലോക കേരള സഭയിൽ ഇവിടെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നത് സംബന്ധിച്ചൊക്കെ എന്ത് ഫലപ്രദമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമാണ്. ഈ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൻ വ്യവസായികൾ വരുന്നു, അത്തരം ചർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാത്ത കാര്യങ്ങളൊന്നും നടന്നായിട്ട് നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഇപ്പോൾ ഇതൊരു അവസരമാണ്. ഇപ്പോൾ ആ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ലേബർ ക്യാമ്പുകളുടെ സാഹചര്യം, ഇപ്പോൾ ഷാർജയിലേക്കൊക്കെ ആളുകൾ പോകുന്നു, ദുബായിൽ ജോലി ചെയ്യുന്ന മിക്ക ജീവനക്കാരും തൊഴിലാളികൾ മാത്രമല്ല, കുറച്ച് നല്ല അവസ്ഥയിൽ ജീവിക്കുന്നവർ പോലും ജീവിതം അവിടെ വലിയ വാടകയാണ്. അതുകൊണ്ട് ഷാർജയിലാണ് താമസിക്കുന്നത്. അവിടുത്തെ ലയങ്ങളെപ്പോലുള്ള സ്ഥലങ്ങൾ കണ്ടുവെന്ന് ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു അവസ്ഥയാണ്, ഇത് പരിശോധിക്കേണ്ടതാണ്. ഈ പറഞ്ഞ മാതിരി 24 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബങ്ങൾ, ഇപ്പോൾ നമ്മൾ ഓരോ മരണ വാർത്ത, നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി വാർത്തകൾ തന്നെയാണല്ലോ കൊടുക്കുന്നത്. മരിച്ച ഓരോ ആളുകളെ പറ്റി അറിയുമ്പോൾ നല്ലോണം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയ കുട്ടിക്ക് അടുത്ത അഡ്മിഷനായി അടുത്ത മാസം എത്താനിരിക്കുന്ന അച്ഛൻ, അല്ലെങ്കിൽ 4 ദിവസം മുൻപ് മാത്രം ജോലിക്ക് വേണ്ടി പോയ ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ വിവാഹം നിശ്ചയിച്ച ആൾ മരിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാതെ വീടിന് മുഴുവൻ തോളിലേറ്റ് നടക്കുന്ന ആളുകൾ, യുവാക്കളുണ്ട്. അങ്ങനെ പല തരത്തിൽപ്പെട്ട് വീടുകളുടെ അത്താണികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് സഹായം? ഇപ്പോൾ കേന്ദ്ര സർക്കാർ 2 ലക്ഷം, സംസ്ഥാന സർക്കാർ 5 ലക്ഷം, ഈ പറഞ്ഞ 8 ലക്ഷം, അതെ, അത് അവർ കൊടുക്കേണ്ടതാണ്. കമ്പനി കൊടുക്കുന്ന 8 ലക്ഷം. പക്ഷേ ഇൻഷുറൻസ് ഉണ്ടാവും കേട്ടോ. എന്നാലും ഒരു കുടുംബത്തിന് ഇനി ഭാവിയിലേക്ക് അത് മാത്രമാണോ വേണ്ടത്? ഇപ്പോൾ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത അഷ്റഫ് താമരശ്ശേരി പറയുന്നുണ്ട് ജോലിയാണ് കൊടുക്കേണ്ടതെന്ന്, കുടുംബത്തിലൊരാൾക്ക് ജോലി. ആ രൂപത്തിലേക്കൊക്കെ ചർച്ചകൾ പോകുമോ? ഇപ്പോൾ കുവൈത്ത് ഭരണാധികാരികൾ ആ സമയത്ത് തന്നെ ഇടപെടുകയും ആഭ്യന്തരമന്ത്രി അടക്കം അവിടെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഇപ്പോൾ കുവൈത്തിൽ ലേബർ ക്യാമ്പുകളിൽ കൃത്യമായ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കെട്ടിടം ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പുറമേക്ക് ഒരു വലിയ കെട്ടിടമാണ്, ഒരു ഫ്ലാറ്റ് സമുച്ചയം തന്നെയാണ്. പക്ഷേ അതിൻ്റെ നിർമ്മാണം എത്രത്തോളം ശാസ്ത്രീയമായിട്ടാണെന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. ഈ ആളുകളുടെ എണ്ണം മാത്രമല്ല, 2 പേര് എന്നുള്ളത് 3 എന്നുള്ള കണക്കാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അതിലപ്പുറം അട്ടിക്കട്ടിക്ക് ആളുകളെ കൂട്ടിയിട്ട് നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആടുജീവിതം നമ്മൾ സിനിമയായും നോവലായും ഒക്കെ കണ്ടു കഴിഞ്ഞു. പക്ഷേ ആടുജീവിതത്തിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷേ ഈ തരത്തിൽ ലേബർ ക്യാമ്പുകളിൽ കിട്ടുന്ന മുഴുവൻ പൈസയും വീട്ടിലേക്ക് അയച്ച് മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ സാഹചര്യം ഇപ്പോൾ പരിശോധിക്കപ്പെടേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായൊരു സമയമാണിത്. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു വിദേശ രാജ്യത്തെ ലേബർ ക്യാമ്പുകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അത്തരം നിർദ്ദേശങ്ങൾ നമുക്ക് സമർപ്പിക്കാനേ കഴിയൂ. അത് ലോക കേരള സഭ നാളെ എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നാളെ ലോക കേരള സഭയിലെ പല പരിപാടികളും ഉണ്ടാവാൻ സാധ്യതയും ഇല്ലെന്ന് തോന്നുന്നു. ഇതുവരെ റദ്ദാക്കിയിട്ടില്ല, ഈ നിമിഷം വരെയും റദ്ദാക്കിയിട്ടില്ല. നേരത്തെ കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞത് 3 മണിക്ക് തുടങ്ങും. അതായത് മുഖ്യമന്ത്രി കൊച്ചിയിലെത്തി മൃതദേഹം ഏറ്റുവാങ്ങിയതിന് ശേഷം തിരിച്ച് അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും ഈ വിഷയമായിരിക്കും ആദ്യം അവർ ചർച്ച ചെയ്യുക മറ്റു പതിവ് വിഷയങ്ങളിൽ നിന്ന്. Meet the editors.